ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാക്ക് കേരളത്തിലെ ജനങ്ങൾ കേട്ടു തുടങ്ങിയത് ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് എന്ന നാടകത്തോടു കൂടിയായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ച ആ നാടകത്തിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ നേരിട്ട് ഇടപെട്ട് ആ നാടകം നിരോധിക്കുകയുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് പല ആവർത്തി നാടകങ്ങളായും സിനിമകളായും ചിത്രകലകളായും ക്രൈസ്തവ വിശ്വാസങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിൽ കലാസൃഷ്ടികളെന്ന പേരിൽ ചിലരുടെ ഗൂഢ പദ്ധതികൾ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മതസൗഹാർദ്ദത്തിന് എക്കാലത്തും പേരുകേട്ട കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ അതൊരു ചോദ്യചിഹ്നമായി ഉയർന്നുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഈശോയും കേശുവും അതൊക്കെ പിന്നിട്ട് ഒടുവിൽ കക്കുകളി എന്ന കള്ളക്കളിയിൽ എത്തി നിൽക്കുന്നു. ആർക്കും ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ വെള്ളിത്തിരയിലൂടെ അവതരിപ്പിക്കുവാൻ കേരള സ്റ്റോറി എന്ന സിനിമ വന്നപ്പോൾ അതിനെതിരെ മുന്നണികളും പാർട്ടികളും വ്യത്യാസമില്ലാതെ ശബ്ദമുയർത്തുമ്പോൾ വീണ്ടും കേരളത്തിലെ ജനങ്ങൾ ആവർത്തിക്കുകയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം ചിലർക്ക് മാത്രമോ മറ്റു ചിലരോട് എന്തുമാകാമോ. സെക്കൻഡ് ബിഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. കക്ക് കളിക്കാം, കേരള സ്റ്റോറി മിണ്ടരുത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഫാദർ ജോൺസൺ തേക്കടയിൽ, എക്ലേഷ്യ യുണൈറ്റഡ് ഫോറം ചെയർമാൻ, അഡ്വക്കേറ്റ് ഷെവലിയർ VC സെബാസ്റ്റ്യൻ, CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി, ശ്രീ വസന്ത് തെങ്കുംപള്ളി, കോൺഗ്രസ് പ്രതിനിധി. 3 പേർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രീ വസന്ത് തെങ്കുംപള്ളിയോടാണ്. കേരള സ്റ്റോറി എന്ന സിനിമ വരുമ്പോൾ അതിനെതിരെ പാർട്ടി വ്യത്യാസമില്ലാതെ, മുന്നണി വ്യത്യാസമില്ലാതെ, കൊടിയുടെ നിറത്തിന്റെ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ്, 2-3 മാസങ്ങൾക്ക് മുമ്പ്, കക്കുകളി എന്ന ക്രൈസ്തവ വിശ്വാസത്തെ വളരെ മോശമായി, വളരെ നികൃഷ്ടമായ രീതിയിൽ അവഹേളിച്ച ഈ നാടകം രംഗത്ത് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ ആരും ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, തികച്ചും നിസ്സംഗത പുലർത്തിക്കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടത്തിലേക്ക് അതിനെ എഴുതിത്തള്ളുകയുണ്ടായി. എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകതരം ആവിഷ്കാര സ്വാതന്ത്ര്യം? നിങ്ങൾ പാർട്ടിക്കാര് എന്താണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ശ്രീ തെങ്ങുംപള്ളി? അല്ല, ഇത് വളരെ കൃത്യമാണല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതാവാം. കക്കുകളിയുമായി ബന്ധപ്പെട്ട് അത് ചങ്ങനാശ്ശേരിയിൽ അടക്കം പ്രദർശനം നടത്തുന്ന സമയത്ത് മാധ്യമ സുഹൃത്തുക്കൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട്, കോൺഗ്രസിന്റെ CLP നേതാവിനോട് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഏതെങ്കിലും മതത്തെ അല്ലെങ്കിൽ മത നേതൃത്വത്തെ, അതുമായി ബന്ധപ്പെട്ട അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള എന്ത് പ്രദർശനങ്ങൾ ഉണ്ടായാലും അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. 2, കേരളത്തിലെ കോൺഗ്രസിന്റെ ശബ്ദം അല്ലെങ്കിൽ അതിന്റെ നിലപാട് പറയേണ്ടത് കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിൽ പല ചർച്ചകളിലും പോയിരിക്കുന്ന ഞാനോ രാഹുൽ മാങ്കൂട്ടോ മറ്റാരുമല്ല. വളരെ കൃത്യമായി അതിന്റെ നിലപാട് പറയേണ്ടത് PCCയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട K സുധാകരനാണ്. അദ്ദേഹം കൃത്യമായി കക്കുകളിയിലും കേരള സ്റ്റോറിയിലുമുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ടത് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലില്ലാത്ത കോൺഗ്രസിന്റെ നിലപാടിനപ്പുറത്ത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPMന്റെയും ഈ കേരള സ്റ്റോറിയിൽ അടക്കം പറയുന്ന ഏതാണ്ട് 32,000 എന്ന് അവർ പറഞ്ഞ് ഇപ്പോ 3 തിരുത്തിയിട്ടിട്ടുള്ള വിഷയവുമായി അതിലേക്ക് നമുക്ക് വരാം. ശ്രീ വസന്ത്, അതിലേക്ക് നമുക്ക് വരാം. അതവിടെ നിൽക്കട്ടെ. ഈ കക്കുകളി എന്ന നാടകം വന്നപ്പോൾ, കക്കുകളി എന്ന ക്രൈസ്തവ വിശ്വാസത്തെ പാടെ അവഹേളിക്കുന്ന നാടകം വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാര്, കോൺഗ്രസിന്റെ മാത്രമല്ല CPMന്റെയും CPIയുടെയും ഒക്കെ യുവജന സംഘടനകളും ഒക്കെ എടുത്ത നിലപാട് അതെന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലല്ലോ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. കക്കുകളിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ് ഈ ഉദ്ധരിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ കക്കുകളിയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ശ്രീ ഷാഫി പോസ്റ്റ്, അല്ല, നിങ്ങൾ ചിലത് മാത്രം കാണില്ല വാക്ക് പുറത്തു വരാനായിട്ട് 2 മാസം കഴിഞ്ഞു. ശ്രീ സതീശൻ ഇത് ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നത് 2 മാസം കഴിഞ്ഞപ്പോഴാണ്. ഇപ്പൊ ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചങ്ങനാശ്ശേരിയിൽ ആ പ്രദർശനം ഉണ്ടായപ്പോഴാണ് സതീശൻ 2 മാസം കഴിഞ്ഞ് വന്നു എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് KPCC പ്രസിഡന്റിന്റെ നിലപാടാണ്. KPCC പ്രസിഡന്റാണ് കേരള സ്റ്റോറിയുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഈ വിഷയം ഇട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഇരട്ട നിലപാട് എടുത്തിരിക്കുന്നത് CPM-ഉം DYFI-യുമാണ്. ഈശോ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ
പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയ അതേ ബ്ലൂടിക്കുള്ള ഡിവൈഎഫ്ഐയുടെ വേരിഫൈഡ് പ്രൊഫൈൽ കേരളത്തിലെ പ്രൊഫൈലാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിലാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നത്. ഈ കേരള സ്റ്റോറിയുടെ സംവിധായകൻ തന്നെ പറയുന്നു ഹീസ് എ ലെഫ്റ്റ് മൈൻഡഡ്. അദ്ദേഹം ഒരു ലെഫ്റ്റ് മൈൻഡഡ് ആണ്. അവർ ഉദ്ധരിക്കുന്നത് തന്നെ ഈ പറയപ്പെടുന്ന എന്താണ് സഹാവ് VS അച്യുതാനന്ദൻ ഇവരുടെ മുൻ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ട്രെയിലർ ആരംഭിക്കുന്നത്. അപ്പോ അല്ല ഞാൻ ചോദിക്കട്ടെ, മാത്രമല്ല മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണതെല്ലാം. അതാണല്ലോ കേരളത്തിലോ കേന്ദ്രത്തിലോ അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിക്ക് എന്ത് നിരോധിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയാ? കേരളത്തിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമ അതിൽ ലീഗൽ സ്റ്റാൻഡ് എടുക്കേണ്ടത് അതിൽ വളരെ കൃത്യമായി സ്റ്റാൻഡ് എടുക്കേണ്ടത് അധികാരത്തിലിരിക്കുന്ന പാർട്ടികളാണ്. അവർ എന്തെങ്കിലും സ്റ്റാൻഡ് എടുത്താൽ മാത്രമല്ലേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ BJP ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന BJPയുടെ നിലപാടെന്താ ഈ വിഷയത്തിൽ? കേന്ദ്രം 32,000 പേർ ഇവിടെ നിന്ന് കടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിലപാടിൽ കോൺഗ്രസിനില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടണം, അത് അന്വേഷിക്കപ്പെടണം, അതിന് കൃത്യമായ സ്റ്റാൻഡ് രൂപീകരിക്കപ്പെടണം. അങ്ങനെ രൂപീകരിക്കപ്പെടണമെങ്കിൽ അതിൽ നിലപാടെടുക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. ആ കേന്ദ്ര ഏജൻസികൾ ഭരിക്കുന്ന RSSഉം BJPയും അല്ലേ? അപ്പൊ എന്തുകൊണ്ട് RSSനോ BJPക്കോ അതിൽ നിലപാടെടുക്കാൻ പറ്റുന്നില്ല? അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ, അവരുടെ സ്ട്രാറ്റജി മേക്കേഴ്സ് അല്ലെങ്കിൽ അവരുടെ നരേറ്റീവ് ക്രിയേറ്റേഴ്സ് അവരെന്ത് ചെയ്യുന്നു? കുറെ സാധനങ്ങൾ ത്തേക്ക് അങ്ങനെ പടച്ചു വിടുന്ന ഇവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ അന്വേഷണം നടത്തണ്ടേ? അതിനെന്തുകൊണ്ട് BJP തയ്യാറാവുന്നില്ല? കേരളത്തിലെ BJP നേതൃത്വം ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കണം എന്ന് പറയുന്ന കേരളത്തിലെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതായത് കേരളത്തിലെ BJP നേതൃത്വം കേരള സ്റ്റോറി പ്രദർശിപ്പിക്കണം എന്ന് പറയുന്ന മാറ്റി പിടിക്കുന്ന കേരള നേതൃത്വം കൃത്യമായി അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അവരിതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ട അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി അതിന്റെ പിന്നിൽ കുറ്റവാളികളുണ്ടെങ്കിൽ കുറ്റവാളികളെ പിടിക്കപ്പെടണം. അത് കേരള മനസാക്ഷിയുടെ മുമ്പിൽ തെളിയിക്കപ്പെടണം. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവും പിന്നീടുണ്ടായ റെയ്ഡും ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അല്ലല്ലോ, അതെങ്ങനെയാണ് ശരിയാവുന്നത്? PFI മാത്രം നിരോധിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? കോൺഗ്രസിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം കർണാടകയിൽ കോൺഗ്രസിന്റെ അവിടുത്തെ PCC അധ്യക്ഷൻ ശ്രീ VK ശിവകുമാർ വെളിയിലിറക്കിയ പ്രകടന പത്രികയിൽ കൃത്യമാണ്. ഞങ്ങൾ പറയുന്നത് എന്താണ്? PFI ഞങ്ങൾ നിരോധിക്കും അധികാരത്തിൽ വന്നാൽ. മാത്രമല്ല ബജറംഗി ദളിനെ നിരോധിക്കും. വർഗീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന പൊതു മനസാക്ഷിയുടെ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ സംഘടനകളും നിരോധിക്കപ്പെടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ ആവിഷ്കാരങ്ങളും അതുമായി ബന്ധപ്പെട്ട് പൊതു മനസാക്ഷിയിൽ ഒരു മതത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മറ്റൊരു മതത്തിന്റെ ചിന്തകളുടെ ഉള്ളിൽ എന്താണ് വിഷവിത്ത് രൂപീകരിക്കുന്ന രീതിയിലുള്ള എന്ത് പ്രവൃത്തിയാണെങ്കിലും അതെല്ലാം നിരോധിക്കപ്പെടണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നിലപാട്. അത് കർണാടകയിൽ ആ സ്റ്റാൻഡ് എടുക്കുന്നത്. ശരി, അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, ഇപ്പൊ ഈ കേരള സ്റ്റോറി സിനിമയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടാൻ അതിൽ നിങ്ങൾ കണ്ട തെറ്റെന്താണ്? അല്ലല്ലോ, അപ്പൊ കക്കുകളിയും നിരോധിക്കണമെന്ന്, കക്കുകളിയും പ്രദർശിപ്പിക്കാൻ യോഗ്യതയല്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ കോൺഗ്രസ്. അപ്പൊ അതിലുള്ള അതേ പ്രശ്നങ്ങൾ തന്നെയാണ് കേരള സ്റ്റോറിയിലും കാണുന്നത്. ഇപ്പൊ 32,000 എന്ന് പറഞ്ഞാൽ അവർ 3ലേക്ക് വെട്ടി ചുരുക്കിയില്ലേ? അപ്പോ എല്ലാവരും കണ്ടു കഴിഞ്ഞു, കക്കുകളി സകലരും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ ആയിട്ട് പുറത്തു വരുന്നത്. പക്ഷെ കേരള സ്റ്റോറി ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഈ സിനിമ കാണാതെ തന്നെ ഈ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലെ സാങ്കത്യം എന്താണെന്നാണ് മനസ്സിലാകാത്തത്. അല്ല, കാശ്മീരി ഫയൽസ് വന്നപ്പോ ഇതേ സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ. കാശ്മീരി ഫയൽസിന്റെ കാര്യത്തിൽ ഡിവൈഎഫ്ഐയും RSSഉം എടുത്ത നിലപാടെന്താ? അപ്പൊ ചില കാര്യങ്ങളിൽ വസ്തുതാപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും. ഇപ്പൊ ഈ കേരള സ്റ്റോറിക്കകത്ത് 32,000 എന്നുള്ള അവർക്ക് 3ലേക്ക് ചുരുക്കേണ്ടി വന്നു. അവരപ്പോ അടിസ്ഥാനപരമായി അവരുടെ കയ്യിലുള്ള തെളിവ് വെച്ച് സിനിമകൾ പ്രദർശിപ്പിക്കട്ടെന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഇത് പടച്ചുവിടുന്ന RSS കേന്ദ്രങ്ങൾ അവരുടെ കയ്യിലിരിക്കുന്ന ഏജൻസികളെ ഉപയോഗിച്ച് അന്വേഷണം നടത്തട്ടെ, നടത്തട്ടെ. അല്ലാതെ എന്ത് പറയാനുണ്ടാവും? ഈ 32,000 കണക്ക് അത് കേരളത്തിലെ കണക്കല്ല ആ സിനിമയിൽ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അല്ല, ഒരിക്കലും അല്ല. അതിന്റെ ഞാൻ കേരള സ്റ്റോറിയൻ ആയിരിക്കാൻ ഇരിക്കുന്ന ഒരാളല്ല. ലോകം മുഴുവൻ നടക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണിത്. അപ്പൊ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ അബദ്ധത്തിൽപ്പെട്ട് ഇതുപോലുള്ള ട്രാപ്പുകളിൽപ്പെട്ട് 32,000 പെൺകുട്ടികൾ ഇങ്ങനെ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് സിനിമയിൽ അത് പറയുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള സ്റ്റോറിയെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രദർശനം നടപ്പിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ പറഞ്ഞത് യൂട്യൂബിലെങ്കിൽ അവർ വളരെ കൃത്യമായി അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ എഴുതി വെച്ചിരുന്നത്
എത്രയാണ് ഈ 32,000-ഓളം വരുന്ന സ്റ്റോറീസ് ഫ്രം കേരള എന്ന് അവർ കൃത്യമായി എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് അവരിപ്പോ എഡിറ്റ് ചെയ്ത്, അങ്ങേക്ക് വായിച്ചാൽ കൃത്യമായി അറിയാമല്ലോ. അത് എഡിറ്റ് ചെയ്തവർ 3 അപ്പൊ ഞാൻ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു പ്രശ്നം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇത് പടച്ചുവിടുന്ന RSS കേന്ദ്രങ്ങൾക്ക്, അല്ലെങ്കിൽ ആ RSS നിയന്ത്രിക്കുന്ന കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അത് വെച്ച് അന്വേഷണമാണ് നടത്തുന്നത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഫാദർ ജോൺസൺ, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ എന്തുകൊണ്ടാണ് ഈ തീവ്രവാദത്തെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, കലിതുള്ളുന്നു, അങ്ങനെയൊന്നില്ല എന്നൊക്കെ പറയുന്നു? IS-ലേക്ക് ഇവിടുന്ന് റിക്രൂട്ട്മെന്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാതിരിക്കെ തന്നെ ഈ തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്രമാത്രം വലിയ വിഷയം? ഈ കേരള സ്റ്റോറി വാസ്തവത്തിൽ ഇതുപോലെയുള്ള ഒരു തീവ്രവാദത്തെ കുറിച്ചാണല്ലോ ഇതിന്റെ കഥ പറയുന്നത് തന്നെ. ഓക്കെ, ഈ ചർച്ച നമ്മള് വളരെ ബൃഹത്തായി തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. രണ്ടായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. കക്കുകളിയെ നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കേരള സ്റ്റോറിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതെ അതെ, തീർച്ചയായിട്ടും. കക്കുകളി എന്ന് പറയുന്നത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിരുന്നത്, അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് എന്തായിരുന്നു? അത് ശരിക്കും കമ്മ്യൂണിസത്തെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയ ആളുകൾ, അവരുടെ പീഡനങ്ങൾ ഏറ്റ ആളുകൾ, അത് ശരിയായ വിധത്തിൽ ലോകത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിനെ മറപിടിച്ചുകൊണ്ട് കേരളത്തിലെ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്നതായിട്ടുള്ള ചില ആളുകൾ, അല്ലെ എഴുത്തുകാര്, അവര് ഒരു പ്രത്യേക സമുദായത്തോടുള്ള അവരുടെ അടങ്ങാത്ത പകയെ അത് പുനരാവിഷ്കരിച്ച, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പാകെ ഇവിടെ ശരി ചെയ്യുന്ന ആളുകളെ വെളിപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ച ഒരു കലാരൂപമാണ് ശരിക്കും കക്കുകളി. ഞാൻ 2 കാര്യങ്ങൾ പറയാം. 1.25 നൂറ്റാണ്ട് മുമ്പ് ആദരണീയനായിരുന്ന സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് കേരളത്തെക്കുറിച്ച് പറഞ്ഞെന്താ? കേരളം ഒരു ഭ്രാന്താലയമാണ്. കാരണം ജാതീയതയുടെ കോമരം ഇവിടെ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് കേരളത്തെ ഇന്ന് ഈ പുരോഗമനപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള കന്യാസ്ത്രീകൾ. ഞാൻ അടിവരയിട്ട് പറയാം, ആരെയും ചലഞ്ച് ചെയ്യാം, അതിന് വേണമെങ്കിൽ ഒരു ഡിബേറ്റിന് തന്നെ തയ്യാറാണ്. ഇവിടെ കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം ഇത്രമാത്രം വിദ്യാഭ്യാസപരമായിട്ട് പുരോഗമിക്കുമായിരുന്നോ? ഒന്നാമത്തെ ചോദ്യം. ഈ വിദ്യാഭ്യാസപരമായ പുരോഗമനം കൊണ്ടല്ലേ നമ്മുടെ ഇടയിൽ ഉള്ള പല വേണ്ടാധീനങ്ങളും ഇല്ലാതെയായി തീർന്നത്? 2, അവരില്ലായിരുന്നെങ്കിൽ ആതുരാലയങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നോ? അവരുടെ തന്മയത്വപരമായിട്ടുള്ള ഇടപാടുകൾ കൊണ്ടല്ലേ അനേക നഷ്ടപ്പെട്ടു പോയ ജീവനുകൾ തിരികെ കിട്ടുവാനും അവർ നിമിത്തം ഒരുപാട് ഉന്നതിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുവാനും സാധിച്ചത്? അപ്പൊ നമ്മുടെ സിസ്റ്റേഴ്സ് അവരുടെ ലോകപരമായിട്ടുള്ള ലൗകികമായിട്ടുള്ള പലതും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവരുടെ കുടുംബവും അവരുടെ സമൂഹവും ഒക്കെ വിട്ട് അവര് ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി അധ്വാനം ചെയ്യുമ്പോൾ അവര് ചെയ്യുന്നതായിട്ടുള്ള ആ നന്മകളെ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത, ചിത്തഭ്രമം ബാധിച്ചതായിട്ടുള്ള, ഞാൻ ആ വാക്ക് ബോധപൂർവം പറയുകയാണ്, ചിത്തഭ്രമം ബാധിച്ചതായിട്ടുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ ആവിഷ്കാരമാണ് കക്കുകളിയിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. ശരിക്കും അത് അവരുടെ ഭ്രാന്താണ്. അവരുടെ ഭ്രാന്തിനെ അവർ വകഭേദം വരുത്തുകയാണ്, സിസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരികയാണ്. അത് നിരോധിക്കപ്പെടണം എന്നുള്ളത് ആദ്യം തന്നെ ഇവിടുത്തെ ഭരണകൂടവും പ്രതിപക്ഷവും എടുക്കേണ്ട നിലപാടായിരുന്നു. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട വസന്ത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തോട്. എന്നാൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഈ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ രൂപപ്പെട്ടപ്പോൾ, അതിനോടുള്ള സമീപനത്തിൽ വ്യത്യാസങ്ങൾ വന്നപ്പോൾ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് ഈ കാര്യങ്ങൾ എഴുതുകയും അദ്ദേഹം അതിന് മറുപടി തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആദരണീയനായ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനോട് നേരിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു,
കക്കുകളി എന്ന് പറയുന്ന ആ നാടകം അത് വളരെ ഹീനമായിട്ടുള്ള ഒന്നാണ്. അത് സമൂഹത്തിന് ഒട്ടും ചേർന്നല്ല. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അത് നിരോധിക്കണമെന്നുള്ളത് നിങ്ങൾ കൃത്യമായി പങ്കുവെക്കണം. ഈ അടുത്ത സമയത്ത് ഈ തിങ്കളാഴ്ചക്ക് ശേഷമാണ് അതിനോടുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. ശരിയല്ലേ വസന്തേ? ശരിയല്ലേ? അതിനു മുമ്പ് നിങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്നത് അവിടെ ഇവിടെ തൊട്ടും തൊടാതെയൊക്കെ അതും ഇതും പറഞ്ഞു എന്നല്ലാതെ കൃത്യമായിട്ടുള്ള പ്രതികരണം വന്നിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, കക്കുകളി എന്ന് പറയുന്ന നാടകത്തിൽ കൂടെ എന്താണ് സമൂഹത്തിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? അത് ആവിഷ്കരിച്ച ആളുകളും അവതരിപ്പിക്കുന്ന ആളുകളും എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ ജീവിതം പോലും സമൂഹത്തിന് വേണ്ടി സമർപ്പിതമാക്കിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടെ, ദൈവിക അവബോധത്തോടുകൂടെ, ദൈവസ്നേഹത്തോടുകൂടെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്നുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ് കിടക്കുന്നവനൊക്കെയും എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ അധ്വാനിക്കുന്ന ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ നിങ്ങൾ ഏറ്റവും ഹീനമായ വിധത്തിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് നന്മയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളി ആയിരുന്നില്ലേ? നിങ്ങളിൽ വസിക്കുന്നതായിട്ടുള്ള തിന്മയുടെ ഒരു പുറത്തേക്കുള്ള വമിക്കലായിരുന്നില്ലേ വാസ്തവത്തിൽ അത് സംഭവിച്ചത്, അതിലൂടെ സംഭവിച്ചത്? അതുകൊണ്ട് കക്കുകളി നിരോധിക്കണം എന്നുള്ളത് ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ ഞാൻ ഒരു ചാനലില് യാദൃച്ഛ നോക്കിയപ്പോൾ കണ്ടതാണ്. നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയും പറഞ്ഞു അത് പാടില്ല, അത് അവതരിപ്പിക്കാൻ പാടില്ല എന്ന്. ഇപ്പോഴാണോ അദ്ദേഹത്തിന് ബോധ്യമായത്? അദ്ദേഹത്തിന്റെ നാട്ടിലൊക്കെ ഇത് അവതരിപ്പിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഒരു തരം കബളിപ്പിക്കലാണ്. രണ്ടു തരത്തിലുള്ള മുഖം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. രാഷ്ട്രീയക്കാരുടെ ബോധമില്ലായ്മയാണ്, ശരിയായ അവബോധമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള ക്രൂരതയിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നത്. ഇത് ക്രൂരതയാണ്. നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല, കാരണം അവർ സമൂഹത്തിന്റെയാണ്, ഈ രാജ്യത്തിന്റെ സ്വത്താണ്, അവർ ദൈവത്തിന്റെ വകയാണ്. അവർ ഈ ലോകത്തിൽ കഷ്ടപ്പെട്ട് അവർ ഈ സമൂഹത്തെ ആർദ്രതയോടുകൂടെ ഒരു സ്വന്തം മാതാവ് ശുശ്രൂഷിക്കുന്ന പോലെ, ആര് ശുശ്രൂഷിക്കുന്നത് പോലെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ 10 സിസ്റ്റേഴ്സ് പോരെ നിങ്ങൾ 1000 പേരെ ഇറക്കി ഇവിടെ ശുശ്രൂഷിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ശുശ്രൂഷിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് ആ സിസ്റ്റേഴ്സിനെയാണ് നിങ്ങൾ സമൂഹ മധ്യത്തിൽ വളരെ മൃഗീയമായിട്ട്, വളരെ മ്ലേച്ഛമായിട്ട് അവതരിപ്പിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ വിളിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം. നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ? നിങ്ങൾ ചോറാണോ കഴിക്കുന്നത്? നിങ്ങൾ ആഹാരം കഴിക്കുന്നവരാണോ, അതോ വേറെ വല്ലതും ആണോ കഴിക്കുന്നത്? ഇവിടെ കന്യാസ്ത്രീകളുടെയും അതുപോലെ അച്ഛന്മാരുടെയും അല്ലെങ്കിൽ പാസ്റ്റേഴ്സിന്റെയും ഒക്കെ സ്നേഹവും സേവനവും കിട്ടാത്ത, അനുഭവിക്കാത്ത എത്ര ആളുകളാണുള്ളത്? ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അത് ഞങ്ങളുടെ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടല്ല, അത് ഇവിടുത്തെ ജാതി മത വർഗവർണ്ണ വ്യത്യാസമന്യേ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരേ മനസ്സോടെ ശുശ്രൂഷിക്കുന്നതാണ്. എവിടെങ്കിലും ഞങ്ങൾ വകഭേദം കാണിച്ചിട്ടുണ്ടോ? ആർക്കാണ് ഞങ്ങളുടെ നന്മ അനുഭവിക്കാൻ ഇതുവരെ തിരസ്കരിക്കപ്പെട്ടുള്ളത്? ആർക്കാണ് ലഭിക്കാതെ പോയിട്ടുള്ളത്? ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഞാൻ ആന്ധ്രയിൽ പോയെന്ന കാര്യം പറഞ്ഞല്ലോ. ആന്ധ്രയിൽ ഞാൻ ഇപ്പൊ ഇന്ന് വരുന്നത്. അവിടെ ഞാൻ കണ്ട കാഴ്ചകള് വളരെ വേദനാജനകമായിട്ടുള്ള നിരവധി കാഴ്ചകളുണ്ട്. എന്നാൽ അതൊന്നും കേരളത്തിൽ ഇല്ലാത്തതിന്റെ കാരണം ഇവിടെ കുറെ കന്യാസ്ത്രീകള് അവര് രാപ്പകൽ അധ്വാനിക്കാനായിട്ട് സന്നദ്ധരായിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോട്. നിങ്ങളും ഭരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഭരിക്കുന്നവരും ഇനിയും ഭരിക്കാൻ പോകുന്നവരോടൊക്കെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ സിസ്റ്റം പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സേവന താല്പര്യത്തോടുകൂടെ പ്രതിഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു 100 പേരെ നിങ്ങൾക്കൊന്ന് അണിനിരത്തി ഇന്ന് സമൂഹത്തിലെ ഈ തിന്മകളെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ? കഴിയുകയില്ല. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഇവിടെ സിസ്റ്റേഴ്സ് ചെയ്യുന്നതായിട്ടുള്ള സേവനങ്ങളെ നിങ്ങൾക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇരുട്ടാണ് ആവശ്യം, നിങ്ങൾക്ക് വെളിച്ചമല്ല ആവശ്യം. അവർ തെളിച്ചു തരുന്നതായിട്ടുള്ള വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ആ വെളിച്ചത്തെ ഊതിക്കെടുത്താനുള്ള നിങ്ങളുടെ തീവ്രമായ പരിശ്രമമാണ് ഈ കക്കുകളിയിലൂടെ നിങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് നിർത്തണം. അത് ഈ കേരളത്തിൽ വില പോകുകയില്ല. ഇനിയും ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ മാത്യു ചെമ്പുകണ്ടത്തിൽ, അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനൊരാളെ കമന്റ് ഇട്ടു, 1000 ഇതുപോലുള്ള നാടകങ്ങൾ പല സ്റ്റേജുകളിൽ നടന്നാലും നമ്മുടെ സിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ അപമതിച്ചുകൊണ്ട് 1000 സ്റ്റേജുകളിൽ നിങ്ങൾ അവതരിപ്പിച്ചാലും ശരി, ഒരൊറ്റ ആള് പോലും അത് വിശ്വസിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? അവരുടെ നന്മ, ഈ സിസ്റ്റേഴ്സിന്റെ നന്മ അത്ര ബൃഹത്താണ്.
അത് അനുഭവിച്ച ഒരൊറ്റ വ്യക്തി പോലും അവർക്കെതിരെ അവർ ഈ വിധത്തിലാണെന്ന് ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും ചിന്തിക്കുകയില്ല. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഇതുപോലെയുള്ള പേക്കൂത്തുകളൊക്കെ പടച്ചു വിടാനുള്ള അക്ഷരം എഴുതാൻ പഠിച്ചത് പോലും ക്രൈസ്തവ സഭകളിലെ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ നടത്തുന്ന സ്കൂളുകളിൽ പോയിരുന്ന് അവിടുന്ന് തറാപ്പറ എഴുതാൻ പഠിച്ചവരാണ് ഇന്ന് സഭയ്ക്കെതിരെയും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും വൈദികർക്കെതിരെയും സിസ്റ്റേഴ്സിനെതിരെയും ഒക്കെയുള്ള ഇതുപോലെയുള്ള നാടകങ്ങളൊക്കെ പടച്ചു വിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അക്ഷരം എഴുതാൻ പഠിച്ചത് സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നാണ്. അതെ, കാരണം വിദ്യാഭ്യാസപരമായിട്ട് ഇവർക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ നാന്ദി കുറിച്ചതും അത് മുന്നോട്ട് കൊണ്ടു നടക്കുന്നതും ഇവിടുത്തെ അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ്. അവരെ എങ്ങനെ ഇകഴ്ത്താം എന്നുള്ളതാണ് ഇവർ രാപ്പകല് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഭാവനകളെല്ലാം അവർക്കെതിരെയാണ്, അല്ലാതെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ അടിവരായിട്ട് പറയുക. രണ്ടാമത്തെ കാര്യം, കേരള സ്റ്റോറി, അത് കുറച്ചും കൂടെ വേറൊരു തലത്തിലാണ് ചിന്തിക്കേണ്ടത്. ഞാനൊരു ചോദ്യം ചോദിക്കാം ഇതിനോട് ബന്ധപ്പെട്ട്. ഈ IS കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വേവലാതിപ്പെടുന്നത്? അതാ എന്റെ ചോദ്യം. എന്തിനാണ്? അച്ഛനെ മാത്രമല്ല, ഈ കേരളത്തിലെ സാധാരണക്കാരായ ഈ പാർട്ടി അടിമകളല്ലാത്ത മനുഷ്യരുടെയൊക്കെ ചോദ്യമാണിത്. അതെ, എന്തിനാ അത്? കാരണം ഇവിടെ അത് ചോദിക്കുന്ന ആളുകള് ഒരു മതത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ഒരു മതത്തെക്കുറിച്ചല്ല. വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന് പറയുന്നതായ ഇബ്നു നുഹാസ് എഴുതിയിരിക്കുന്ന പുസ്തകം. അത് നിരോധിക്കണമെന്ന് ഇവിടുത്തെ 3 DGPമാര് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭരണകൂടത്തോട് പറഞ്ഞു. ഭരണകൂടം അത് പഠിക്കാൻ വേണ്ടി 3 പേരെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്. വർഷങ്ങളായി ഇതുവരെ നിരോധിച്ചിട്ടില്ല. ആ ഒരു ഗ്രന്ഥം ഇവിടെ വരുത്തിയതായിട്ടുള്ള വിനയാണ് ഈ ഭീകരവാദം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാം. അതിനകത്ത് ജാതി മത വർണ്ണ വ്യത്യാസമില്ല. ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ നമ്മളോടൊപ്പം ആ കാര്യത്തിൽ 100% യോജിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക മതത്തെ അല്ല പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു മതത്തെ അല്ല പറയുന്നത്. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് ഈ കാര്യത്തിൽ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് അവരുടെ മക്കൾക്കാണ്, അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കാണ്. അതിനോട് ബന്ധപ്പെട്ട് ഇതര സമുദായങ്ങൾക്ക് മതക്കാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് നിരോധിക്കപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള ഭീകരവാദങ്ങൾ നിരോധിക്കപ്പെടേണ്ടതാണ്. അതിനെ എന്തിനാണ് നിങ്ങൾ താലോലിക്കാൻ പോകുന്നത്? ആ ഭീകരവാദത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുപോലെയുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിങ്ങൾ എന്തിന് അവരുടെ തോളിൽ കൈയിടാൻ പോകുന്നു? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരോട് നിങ്ങളുടെ ഈ തീവ്രവാദ നിലപാടുകൾ ഞങ്ങൾക്ക് പറ്റുകയില്ല, ഇത് നിങ്ങൾ ഇല്ലായ്മ ചെയ്യണം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നമ്മൾ ഒരു ചെറിയ ചോദ്യം കൂടെ ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് ചോദിക്കാം. ആഗിയ സോഫിയയുടെ വിഷയം വന്നപ്പോൾ അവിടെ എഴുതപ്പെട്ടതായിട്ടുള്ള ആ ലേഖനത്തിൽ നമ്മുടെ ശിഹാബ് തങ്ങൾ, ഇപ്പോഴത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയതായിട്ടുള്ള ലേഖനം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവനും മുറിപ്പെടുത്തി എന്നുള്ളത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം. അറിയത്തില്ലേ? വസന്തന് അറിയത്തില്ലേ? എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആരെങ്കിലും, ഞാൻ ശ്രീ KC വേണുഗോപാൽജിയോട് നേരിട്ട് ചോദിച്ചാണ്, നിങ്ങൾ ആരെങ്കിലും അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തിയോ? അന്ന് തുടങ്ങിയതല്ലേ ഈ വിള്ളലുകള്? അല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ പോലും കോൺഗ്രസ് പിന്നോക്കം പോയത്, പലയിടത്തും തോറ്റുപോയതിന്റെ പിന്നിലുള്ള വാസ്തവത്തിലെ ഒരു കാരണം ആ ഒരു പ്രസംഗവും ആ ഒരു ലേഖനവുമായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസിന് എന്നേ രക്ഷപ്പെടാമായിരുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് അവരുടെ നേതാക്കന്മാരോടൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തോടെ വളരെ താഴ്മയോടെ അപേക്ഷിച്ചൊരു കാര്യമാണ്, ഇതിനൊരു പരിഹാരം വരുത്ത്. നിങ്ങൾ അതിനെതിരെ ഇങ്ങനെയുള്ള പ്രസ്താവനകള് സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം, പ്രധാനപ്പെട്ട ആളുകളുടെ അതരങ്ങളിൽ നിന്ന് അത്തരം വാക്കുകൾ വരാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ സൂക്ഷിക്കുക. കാരണം മതേതരത്വ കേരളം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നമ്മൾ കേരളക്കാരെന്ന് പറയുന്നത് ശരിക്കും യൂറോപ്യൻ ആ കൺസെപ്റ്റ് ഉള്ളവരാ. നിങ്ങൾക്കറിയാമോ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും ജനാധിപത്യ രാജ്യത്തല്ലാതെ മറ്റ് ഇസ്ലാമിക ഭരണകൂടത്തിലുള്ളിടത്തില്ല, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളില് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നുമില്ല. അതറിയാമല്ലോ അല്ലെ? ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളത് ജനാധിപത്യ രാജ്യത്തിൽ മാത്രമേ ഉള്ളൂ. അതെവിടുന്ന് വന്നതാണ്? ഈ ജനാധിപത്യ രാജ്യം ഉണ്ടായത് തന്നെ എങ്ങനെയാണ്? ക്രൈസ്തവരുടെ മൂല്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് വന്നതുകൊണ്ടാണ്. ക്രൈസ്തവമായിട്ടുള്ള മൂല്യങ്ങൾ അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും മറ്റും ഭരണഘടനയുടെ ഭാഗങ്ങൾ, ഫ്രാൻസിന്റെ ഒക്കെ ഭരണത്തിന്റെ ഭാഗങ്ങൾ
ആ ഭരണഘടനയുടെ ഭാഗങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വന്നതുകൊണ്ടാണ് ജനാധിപത്യം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആര് ശ്രമിച്ചാലും നടക്കുകയില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് മാത്രമേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയുള്ളൂ. പക്ഷേ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഓർത്തോണം, എനിക്ക് കൈവീശാം, പക്ഷെ അത് പ്രിയപ്പെട്ട വസന്തിന്റെ മൂക്കിന്റെ അടുത്ത് വരെ പറ്റുള്ളൂ. മൂക്ക് തട്ടിക്കൊണ്ട് കൈവീശാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എനിക്കില്ല. അത് എന്റെ പറച്ചിലും ഇനി എന്റെ എഴുത്തുകളിലാണെങ്കിലും മറ്റുള്ളവനെ വേദനിപ്പിച്ചുകൊണ്ടുള്ളത് പാടില്ല. അത് നല്ലോണം ഓർക്കണം. അപ്പോഴേ ജനാധിപത്യം ശരിയായിട്ട് പരിപോഷിപ്പിക്കപ്പെടുകയുള്ളൂ. ഇവിടെ സംഭവിക്കുന്ന എന്താ, ഇവിടെ അബലരെന്ന് വിചാരിക്കുന്ന, ബലഹീനരെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ക്രൈസ്തവര്. അവർ സേവനം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അവരെ തല്ലിയാലും അവരെ ഉപദ്രവിച്ചാലും അവരിരുന്ന് പ്രാർത്ഥിച്ചോളും, ഒരു ചവിട്ട് തടിക്കുമ്പോൾ മറുചേട് കാണിച്ചു കൊടുത്തോളും, അത് അവരുടെ വേദത്തിലുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തുമാകാമെന്നുള്ള ചിന്ത അത് ശരിയല്ല വസന്തേ. അവിടെയാണ് നമുക്ക് വൈരുദ്ധ്യമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അന്ന് ആഗ്യ സോഫിയയുടെ നിലപാടിൽ കൃത്യമായിട്ട് കോൺഗ്രസ് ഒരു നിലപാട് എടുത്തിരുന്നെങ്കിൽ അന്ന് എവിടെ പോയി നിങ്ങളുടെ മതേതരത്വം? അന്നൊരു മതേതരത്വ നിലപാട് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ പിന്നോട്ട് പോകേണ്ടി വരികയില്ലായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്കുള്ള ആശങ്കകൾ, ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ആശങ്കകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഈ എണ്ണത്തിന്റെ കാര്യം 32,000, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ ഒരു മിനിറ്റ് കൂടെ, ഒരു വാക്കൂടെ. അതിനകത്തുനിന്ന് ഒരു കാര്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട്, ചിലരെങ്കിലും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ജോസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു അറിവുമില്ല. നമ്മുടെ ഒരു DGPയും നമ്മുടെ ഒരു SP-യും പറഞ്ഞു അവരെവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പോലീസിനറിയാം. എന്തുകൊണ്ട് ഞങ്ങളോട് നിങ്ങൾ അത് പറയുന്നില്ല? ഞങ്ങൾക്ക് അതറിയാനുള്ള അവകാശമില്ലേ? ഞങ്ങൾ ഈ മതേതരത്വ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തിന് സർവ്വലോകത്തെക്കാളും ഏറ്റവും കൂടുതൽ വിലയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹമായ ക്രിസ്തീയ സമൂഹത്തിന് ഞങ്ങളുടെ ഒരു കുട്ടി നഷ്ടപ്പെട്ടാൽ അത് സർവ്വലോകവും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അച്ഛാ, ഞാൻ തിരിച്ചു വരാം. വസന്തിന് പോകേണ്ടതുള്ളത് കൊണ്ട് ഒരു മിനിറ്റ് അവസാനം അദ്ദേഹത്തോട് ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. വസന്തിനോട് ഒരു ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന് ലീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കേരള സ്റ്റോറി നിരോധിക്കണമെന്ന് നിങ്ങൾ ഇത്രമാത്രം ശക്തമായിട്ട് ആവശ്യപ്പെടാം. ഇതാ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞു ഇതൊരു കഥ മാത്രമല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം ആകുലപ്പെടുന്നത്? എന്തിനാണ്? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു കഥ മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രമാത്രം ആകുലപ്പെടേണ്ട ആവശ്യം? എന്താണ് വസന്ത്? അല്ല, അതിനു മുമ്പ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. ഒന്ന്, ഞാൻ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് വക്താവ് എന്നതിനേക്കാൾ ഉപരി അതിനൊക്കെ മുമ്പ് കാരപ്പള്ളിയിലെ യുവജന പ്രസ്ഥാനം SMIM-ന്റെ ഒക്കെ രൂപതാ നേതൃത്വത്തിൽ ഇരുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആദ്യം പഠിച്ചിരുന്നത് ഇന്ത്യയിലെ പ്രഥമ വിശുദ്ധ, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ, ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മദർ തെരേസയെ പറ്റിയാണ്. ആ മദർ തെരേസയെ അവർക്ക് കൊടുത്ത, അവരെ മത പരിവർത്തകയായി അവതരിപ്പിക്കുകയും അവർക്ക് കൊടുത്ത ദേശീയ പുരസ്കാരങ്ങൾ തിരിച്ചെടുക്കണമെന്ന് നാൾക്ക് നാള് പറയാവുന്ന മുക്കിനും മൂലയ്ക്കും മുഴുവൻ പ്രസംഗിച്ച് നടന്നിരുന്ന RSS ആണ് ഇന്ന് ഈ പല കാര്യങ്ങളുടെയും പിന്നിൽ ഡ്രിവൻ ഫോഴ്സായി ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ആ RSSന്റെ നിലപാട് നമുക്ക് ചർച്ച ചെയ്യണ്ടേ? BJPയുടെ നിലപാട് ചർച്ച ചെയ്യണ്ടേ? എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ 7ാമത്തെ വയസ്സിൽ 8ാമത്തെ വയസ്സിലാണ് ഗ്രഹാം സ്റ്റെയിനെ കൊല ചെയ്യുന്നത്. ഗ്രഹാം സ്റ്റെയിൻ വിശുദ്ധനാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു ബാല്യം എനിക്കുണ്ട്. ഗ്രഹാം സ്റ്റെയിൻ വിശുദ്ധനാവാൻ വേണ്ടി. കാര്യം ഇന്ത്യയിൽ ആദ്യമായി രക്തസാക്ഷിയാക്കപ്പെട്ട ക്രിസ്ത്യാനിയാണ് ഗ്രഹാം സ്റ്റെയിൻ. ആ ഗ്രഹാം സ്റ്റെയിനെ കൊല ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ RSS കേരളത്തിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളെയും തേടി പിടിച്ചു കൊന്നുകളയും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നപ്പോ 7 or 8 വയസ്സുള്ള എന്നെ വിളിച്ചുകൊണ്ടുപോയി സ്വന്തം കൈയുടെ ഈ കൈത്തണ്ടയിൽ വിശുദ്ധ കുരിശ് പച്ച കുത്തിയിട്ട് RSSകാരങ്ങനെ തേടിപ്പിടിച്ച് കഷ്ടപ്പെടണ്ട, ക്രിസ്ത്യാനിയെ തേടിപ്പിടിച്ച് കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞ് കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയ ഒരു പിതാവിന്റെ പാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അപ്പോ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഭീകരവാദം അഴിച്ചുവിട്ടിട്ടുള്ള നമ്മുടെ സഭകൾക്കെതിരെ സഭ നടത്തുന്ന പള്ളിക്കൊപ്പം ഒരു പള്ളിക്കൂടം എന്ന വിപ്ലവാത്മകമായ തീരുമാനത്തെ എല്ലാ കാലങ്ങളിലും ചോദ്യം ചെയ്തിട്ടുള്ളത് അത് ഏറ്റവും ആദ്യം RSS ആണ്, രണ്ടാമത് CPM ആണ്. ഇപ്പൊ ഈ കക്കുകളിയുടെ പിന്നിൽ അതിനെ കൊണ്ടുപോയി നടക്കുന്നതും, അച്ഛൻ ഒരു പക്ഷേ ഇവിടെ CPM പ്രതിനിധി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നോട് തന്നെ ചോദിച്ചത്, ഒരു കോൺഗ്രസ് പ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ
മെമ്പർ, ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ് അച്ഛൻ ചോദിച്ചത്, എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കക്കുകളെ കൊണ്ടുപോയി നടക്കുന്നതും അതിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും വേദികൾ ഉണ്ടാക്കി കൊടുക്കുന്നതും പുകസയാണ്, പുരോഗമന കാല സാഹിത്യ സംഘം. അതിന്റെ പിന്നിൽ ആരാണുള്ളത്? അതിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള മെമ്പർ പോലും CPM-ന്റെ മെമ്പർമാരാണ്, ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന കേരളം ഭരിക്കുന്ന ഇവരുടെ ഇരട്ട നിലപാടിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടണ്ടേ? അതാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഒന്ന്, കാലാകാലങ്ങളായി ഈ പറയുന്ന സവർക്കറിന്റെ പുസ്തകങ്ങളിലാവട്ടെ, ഗോൾവാൾക്കറിന്റെ പുസ്തകങ്ങളിലാവട്ടെ ഒക്കെ ക്രിസ്ത്യൻ സമൂഹത്തെ മിഷണറിമാരെ മതപരിവർത്തകരെന്ന് വിളിച്ച് അപമാനിച്ചു പോരുന്ന RSSന്റെ ഇരട്ട നിലപാടിനെ ആദ്യം ചോദ്യം ചെയ്യണം. രണ്ട്, കക്കുകളിക്ക് പ്രദർശന അനുമതി കൊടുക്കുകയും അതിന് വേദി ഉണ്ടാക്കി കൊടുക്കുകയും കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് താടിയും വളർത്തി നടക്കുന്ന എല്ലാ വേദികളിലും, അവരുടെ സകല വേദികളിലും കക്കുകളിക്ക് അവസരവും ഉണ്ടാക്കി കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഇരട്ട നിലപാട് ചോദ്യം ചെയ്യണ്ടേ? മൂന്ന്, ഇതേ ഈ ISIS-മായി ബന്ധപ്പെട്ട ചോദ്യം പാർലമെന്റിൽ വരുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാടെന്താ? കേരളത്തിൽ മാത്രം BJP-ക്ക് ISIS-ലേക്ക് ഒരുപാട് പേർ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒരുപാട് പേരെ കാണാതായിട്ടുണ്ടെന്നും പ്രസംഗവേദികളിൽ പ്രസംഗിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് പാർലമെന്റിൽ ഉയരുന്ന ചോദ്യങ്ങളോട് എന്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിമുഖത പ്രകടിപ്പിക്കുന്നു? അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. അച്ഛൻ ഇപ്പൊ ജസ്നയുടെ കാര്യം പറഞ്ഞു. അച്ഛാ, ജസ്നയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഗവർണറെ പോയി കണ്ട ആ കേസ് CBI-ക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഗവർണറിന്റെ ലെറ്റർ മേടിച്ചു കൊണ്ടുപോയി കൊടുത്ത ഒരാളാണ് ഞാൻ. അതിന്റെ പിന്നിൽ തുടക്കം തൊട്ട് അവസാനം വരെ സമരത്തിൽ ഇറങ്ങിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ആ വിഷയവുമായി ഇനിയിപ്പോ ജസ്നയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും കേരളത്തിൽ ഒരു DGP അയാൾക്ക് റിട്ടയർമെന്റിന് മുമ്പ് ബുക്ക് എഴുതാൻ പോലും അനുവാദമില്ലാത്തൊരു കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു IPS കോഡ് ഓഫ് കണ്ടക്ട് ഉള്ള ഒരു കാലത്ത് അയാൾ വന്നിരുന്ന ഒരു ചാനൽ ചർച്ചയിലിരുന്ന് ഈ ജസ്ന എവിടെയുണ്ട് എന്ന് എനിക്കറിയാം, പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഭരണ സംവിധാനത്തിന്, കേരളത്തിലെ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് എന്ത് നിലപാടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? അപ്പോ അധികാരത്തിലില്ലാത്ത കോൺഗ്രസിന്റെ നിലപാടുകളെക്കാൾ പ്രസക്തം അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഇരട്ട നിലപാട് എടുക്കുന്ന RSS-ന്റെയും CPM-ന്റെയും നിലപാടാണ്. രണ്ട്, അങ്ങ് പറഞ്ഞ കേരള സ്റ്റോറിയുടെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് കേരള സ്റ്റോറി നിരോധിക്കപ്പെടണമെന്ന് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിലെ നമ്പർ ആയിരുന്നു ദ പ്രൈം ഫാക്ട് എന്ന് പറയുന്നത് അതിലെ നമ്പറാണ്. 32,000-ഓളം വരുന്ന കേരളത്തിൽ നിന്ന് നാട് കടത്തപ്പെട്ടു എന്ന് അവർ വളരെ കൃത്യമായി പറയുമ്പോൾ ആ നമ്പർ പറഞ്ഞല്ലോ, അത് പല പ്രാവശ്യം വ്യക്തമാക്കിയല്ലേ. ഈ 32,000 എന്ന് പറയുന്നത് അത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കണക്കാണ്, അത് കേരള അല്ല. എന്റെ കയ്യിൽ മറ്റൊരു ഫോണില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ശേഷം അങ്ങേക്ക് ഞാൻ അയച്ചു തരാം. യൂട്യൂബിൽ, അതായത് ഇവർ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന യൂട്യൂബിൽ കൃത്യമായി അവർ പറയുന്നു 32,000 ഒരു വാദത്തിന് സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ ഈ നമ്പർ മാറ്റിയാൽ പ്രശ്നം തീരുവോ? അല്ല, അവിടെയാണ് 32,000 നമ്പർ മാറ്റി അതൊരു 3-ലേക്ക് ചുരുക്കിയാൽ എങ്കിൽ ഈ പ്രശ്നം തീരുവോ? എങ്കിൽ ഈ സിനിമ പ്രദർശിപ്പിക്കണം എന്ന് തന്നെ നിങ്ങൾ ആവശ്യപ്പെടുവോ? അത് ഓൾറെഡി അവർ ചുരുക്കി 3-ലേക്ക് എത്തി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചുരുക്കി. ശരി, അപ്പൊ പിന്നെ ആ നമ്പറിന്റെ പ്രശ്നം തീർന്നു. 32,000 എന്നുള്ള നമ്പറിന്റെ പ്രശ്നം ഇപ്പൊ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇന്ന് വീണ്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാര്, ശ്രീ മുരളീധരൻ അടക്കമുള്ളവര് ഈ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ സാങ്കത്യം എന്താണ്? മുരളീധരൻ അതിനോടനുബന്ധിച്ച് തന്നെ കക്കുകളിയുടെ കാര്യം മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. മുൻ KPCC പ്രസിഡന്റ് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നമ്മുടെ വിഷയം കക്കുകളിയല്ല, നമ്മുടെ വിഷയം. അതിനകത്തൊരു കാര്യം, അതാ ഇരട്ടത്താപ്പ്. രണ്ടിനും രണ്ടായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ രണ്ടിനെയും കൂടി ഒരേ തണ്ടിൽ കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുക. അത് അപകടമാണ്. കാരണം കക്കുകളി എന്ന് പറയുന്നത് ശരിക്കും നടക്കുന്ന ഒരു സാമൂഹ്യ പരിവർത്തനത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിർത്തണം, ആ കഥ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് നിർത്തണം എന്ന് പറയുന്നത്. മറ്റൊന്ന് ചോദിച്ചത്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നുമില്ല. ISI-ൽ പോയത് കൊണ്ട് ആളുകൾക്ക് എന്ത് നേട്ടമുണ്ടായി? ഏതെങ്കിലും ഒരു വ്യക്തി IS-ൽ ചേർന്നത് കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അത് നശീകരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ പിന്നെ ആ സിനിമ ഇറങ്ങുന്നതുകൊണ്ട് എന്ത് കുഴപ്പം? അല്ല, അതിന് അടിസ്ഥാനപരമായ വസ്തുതകളില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്റിൽ അതൊരു കഥയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് ഓൺ ചെയ്യുന്നില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലും ഓൺ ചെയ്യാത്ത ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞ കണക്കനുസരിച്ചാണ് ഞങ്ങൾ തരുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതൊരു കഥയാണ് അവർ അവതരിപ്പിക്കുന്നത്. ആ കഥ ഇവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കും എനിക്കറിഞ്ഞുകൂടാ. കാരണം പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ ഇറങ്ങിയപ്പോഴും ഇതുപോലുള്ള ചില സംവാദങ്ങളൊക്കെ നടന്നു. കൂടുതൽ ആളുകൾ പോയി കണ്ടു എന്നല്ലാതെ അതുകൊണ്ട് വലിയ
മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഗുണമോ ആർക്കെങ്കിലും ദോഷങ്ങളോ ഉണ്ടായിട്ടില്ല. അതൊരു ചരിത്ര വസ്തുതയെ ആസ്പദമാക്കിയാണ്. പക്ഷെ ഇത് ഇപ്പോൾ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള സംഭവത്തെ, സമൂഹത്തിന് വേദന നൽകുന്ന ഒരു സമൂഹത്തെ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് ഇതാണ് ഇപ്പോൾ നടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കോഷ്യസ് ആയിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ കോഷ്യസ് ആയിരിക്കണം, അത് പറയുന്നതിന് എന്താ കുഴപ്പം? അല്ലല്ലോ, അവിടെ അല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ. ഇതിന്റെ തുടക്കത്തിൽ തന്നെ അവർ ഈ പറയുന്ന ഒരു മതസമൂഹത്തിന് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ 32,000 എന്ന് പറയുന്ന കേരള സ്റ്റോറി മതത്തിനാണ് വേദന ഉണ്ടാക്കുന്നത്. ഈ ISIS മതത്തിനും വേദന ഉണ്ടാക്കുന്നില്ല. അല്ലല്ല, കേരളത്തിൽ മാത്രമാണോ ISIS കേരളത്തിൽ മാത്രമാണോ ISIS പ്രവർത്തനങ്ങൾ നടക്കുന്നത്? കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസേഷൻ അതിലുണ്ടാവുന്നിടത്താണ് പ്രശ്നം. കേരളത്തെ ഒരു ജനറലൈസ് ചെയ്യാൻ പോകുന്നിടത്താണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു ജോസിന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ലോകം മുഴുവനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലെയാണ്. ഞങ്ങൾക്കൊരു മെറിൻ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടതുപോലെയാണ്. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വളരെ വിലയുണ്ട്. സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ് മനുഷ്യ ജീവിതം എന്ന് പഠിപ്പിക്കുന്നവരും ആ വിധത്തിൽ കാണുന്നവരുമാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേദനിക്കുന്നത്. അവിടെയാണ് അച്ഛാ പ്രശ്നം. ഈ ജസ്നയും മെറിനും ഒക്കെ പോകുമ്പോ അത് തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഇത് ISIS ആണ് കൊണ്ടുപോയെങ്കിൽ, അല്ലെങ്കിൽ ISISലാണ് ചേർന്നതെങ്കിൽ അതാണ് എന്ന് നമ്മളോട് പറയണ്ട. വസ്തുതാപരമായി അത് പറഞ്ഞു തരേണ്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുമാണ് ഇത്തരത്തിൽ സിനിമ ഇറക്കി വിടുന്നത്. അവർക്ക് സിനിമ ഇറക്കാനേ പറ്റുന്നുള്ളൂ. അവർക്ക് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പാർലമെന്റിനുള്ളിലോ അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റിലോ വിളിച്ചു പറയാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വസ്തുതയുണ്ടെങ്കിൽ, സത്യസന്ധത ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കേരളത്തിന്റെ മനസാക്ഷി ഏറ്റെടുക്കില്ലേ? അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി 100 പേരെന്നും ഇവിടെ പറഞ്ഞില്ലേ? 100 പേരെന്നുള്ളത് ഒരു കണക്ക് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഒരു കണക്ക് പറഞ്ഞു. ആളുകള് എന്ന് കൃത്യമായിട്ട് ആ വീഡിയോ 149 എന്നുള്ള കണക്ക് 2017-2019 കാലഘട്ടങ്ങളിൽ 149 പേര് ISSൽ കേരളത്തിൽ നിന്ന് ഭീകര പ്രസ്ഥാനത്തിൽ പങ്കുചേർന്നുള്ള സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്ന കണക്ക്. അതൊന്നും നിഷേധിക്കാൻ ഒക്കത്തില്ല. ആ കണക്ക് തന്നെയാണ് NIAയും അപ്രൂവ് ചെയ്തിരിക്കുന്ന കണക്കാണ്. UN-ന്റെ 2020 ജൂലൈയിലെ പഠന റിപ്പോർട്ട് പുറത്തു വന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളം ഒരു സ്ലീപ്പിംഗ് സെല്ലായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ കണക്കുകൾ സഹിതമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2021 സെപ്റ്റംബർ മാസം 21-ാം തീയതി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് 550 യുവാക്കളെ റീറാഡിക്കലൈസേഷനിലൂടെ ഭീകരവാദത്തെ മോചിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഔദ്യോഗിക കണക്കുകളാണ്. അത് അച്ഛനോ വസന്തോ ഞാനോ ഷെക്കിന ചാനലോ പറയുന്ന കണക്കുകളല്ല. കേരളത്തിലെ DGPമാര് 2 പേര് ആവർത്തിച്ചു പറഞ്ഞു ഇവിടെ സ്ലീപ്പിംഗ് സെല്ല് ഭീകരവാദത്തിന്റെ ഉണ്ട് എന്നുള്ളത്. ശ്രീലങ്കയിലെ അക്രമം നടന്നു കഴിഞ്ഞപ്പോൾ അവസാനം എന്റെ വേരുകൾ കണ്ടുപിടിച്ചത് പാലക്കാടാണെന്നുള്ളത് നമ്മൾ പരസ്യമായി കണ്ട കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ടവര് പലരും മലയാളികളാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് പോലും ഇവിടങ്ങളിൽ നിന്ന് ആരും ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഇല്ല എന്ന് പറയുന്നത് അഹങ്കാരമാണ്, മൗഢ്യമാണ്. ഇത് അത്രമാത്രം സാക്ഷരതയില്ലാത്ത സമൂഹമൊന്നും അല്ല കേരളത്തിൽ. ഇവിടെ നമുക്ക് മനസ്സിലാകാത്ത കാര്യം ഇതിന് ശരിക്കും മറുപടി പറയേണ്ടത് ശ്രീ വസന്താണ്. ഈ എന്തുകൊണ്ടാണ് ഈ IS-നെ കുറിച്ച് പറയുമ്പോൾ, ഈ തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിന്റെ തന്നെ നശീകരണത്തിന് കാരണമായി തീരുന്ന, വാസ്തവത്തിൽ ഈ IS എന്ന് പറയുന്ന പ്രസ്ഥാനം കൊണ്ട് ഈ ലോകത്തിന് നാശമല്ലാതെ യാതൊരു നന്മയും ഇന്നുവരെ ലോകത്തിലുണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ചെയ്തികളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ചിലർക്ക് പൊള്ളേണ്ട ആവശ്യം എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ വേദനിക്കുന്നത്? എന്താണ്? നിലപാടുകളില്ല. സ്വന്തമായിട്ട് നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേദിക്കും. വോട്ട് ഇത് വാസ്തവത്തിൽ ഇത് പ്രസ് മീറ്റ് വിളിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും DYFI തന്നെയാണ് കേരള സ്റ്റോറിക്കെതിരെ രംഗത്തുള്ളത്. ഇതിന് മറുപടി പറയേണ്ടത് വാസ്തവത്തില് എന്റെ ഈ ചോദ്യത്തിന് മറുപടി, ഞാൻ ഇത് വസന്തനോടാണ് വാസ്തവത്തിൽ ഈ ചോദ്യം ചോദിച്ചത്. അല്ലല്ല, ഞാൻ വളരെ കൃത്യമായി പറയും. ഇത് പ്രസ് മീറ്റ് വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ആ പാർട്ടിയുടെ യുവജന സംഘടനയുമാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് തിയേറ്ററുകളുടെ മുമ്പിൽ ഈ പറയുന്ന കൊടിയുമായി ഇറങ്ങുന്നത്. അതുകൂടെ മനസ്സിലാക്കിയാൽ മതി. കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ സമരത്തില് പാലക്കാട് MP ശ്രീകണ്ഠൻ അവിടെ പോയിരിപ്പുണ്ടല്ലോ, അദ്ദേഹമാണല്ലോ അത് ഉദ്ഘാടനം ചെയ്തത്.
അല്ലല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്ക് പോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞോളാം. അതായത് കോൺഗ്രസിന്റെ ഇഷ്യൂ ഇത് ജനറലൈസ് ചെയ്യുന്നതിന്റെ അകത്തും ഈ നമ്പറിനെ പർവ്വതീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും അത് കൃത്യമായി പറയുന്നുമുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ അങ്ങ് വായിച്ചാൽ മതി. ജനറലൈസേഷൻ, കേരളത്തെ മുഴുവൻ ജനറലൈസ് ചെയ്യുന്നതിന്റെ അകത്തും ഈ പറയുന്ന ഇതിലുമാണ്. പക്ഷേ ഈ കേന്ദ്രവും കേരളവും രണ്ടും ഭരിക്കുന്ന രണ്ടുപേരും അപ്പോ വസന്തിന്റെ നിലപാട് പ്രകാരം ഈ 32,000 എന്നുള്ള ആ നമ്പറാണ് വിഷയം. ആ നമ്പർ പോയി കഴിഞ്ഞാൽ, നമ്പറിന്റെ പ്രശ്നം മാറിയാൽ കോൺഗ്രസിന്റെ പ്രശ്നം തീർന്നു. അങ്ങനെയെങ്കിൽ ഈ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുമോ? ഞാൻ നമ്പർ മാത്രമല്ലല്ലോ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഒരു ജനറലൈസേഷൻ അതും കൂടെ മാറണം. ഇല്ല, ജനറലൈസേഷൻ എവിടെയാണ്? ഇപ്പൊ ഞാൻ ക്രൈസ്തവരിൽ ചില ആളുകളെ, ചില ക്രിമിനൽ സ്വഭാവമുള്ളവരെ കുറിച്ച് ആരെങ്കിലും മീഡിയാസിൽ പറഞ്ഞത് കൊണ്ട് അത് ക്രൈസ്തവരെ മൊത്തം ബാധിക്കപ്പെടുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഞങ്ങളത് അപ്പോളെ തള്ളിക്കളയും, ആ വ്യക്തികളെ തള്ളിക്കളയും. അതാണ് ഞങ്ങളുടെ നിലപാട്. എന്തുകൊണ്ട് ഒരു സമൂഹത്തെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുന്നു? അത് നിങ്ങളാണ് ജനറലൈസ് ചെയ്തിട്ട് വെടക്കാക്കി തനിക്കാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് തെറ്റാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഭീകരവാദികളായിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമാണ്. ഭീകരവാദികളായിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമാണ്. ഒരു സമൂഹത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം അവര് പോലും, അങ്ങനെയുള്ള ആ സമൂഹം, നിങ്ങൾ പറയുന്നതായ ആ സമൂഹം പോലും ഞങ്ങളുടെ സഹോദരങ്ങളായി ഞങ്ങളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുന്നവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ രാഷ്ട്രീയക്കാര് അതിനെ ജനറലൈസ് ചെയ്തിട്ട് ഇത് നിങ്ങളെ ഉദ്ദേശിച്ചാണ്, നിങ്ങളെ തന്നെയാണ്, നിങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് അവരെ മുഴുവനായിട്ട് കാടടച്ച് വെടിവെക്കുന്ന ഒരു സ്വഭാവം നടത്തുന്നു. അത് തെറ്റാണ്. അത് നിർത്തിയില്ലെങ്കിൽ കേരളം വളരെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകും. ഞാൻ വളരെ ഭയപ്പെടുകയാണ്. കാരണം മുൻകാലത്തുണ്ടായിരുന്നതിനേക്കാളും എത്രയോ അധികം മനസ്സ് തമ്മിൽ അന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇവിടുത്തെ താൽക്കാലികമായ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യത്തെ പോലും നിങ്ങൾ പർവ്വതീകരിക്കുകയും അതിനെ ജനറലൈസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അത് നിർത്തണം. തീവ്രവാദത്തെ തീവ്രമായി തന്നെ കാണാനും അതിനെ ചെറുക്കാനുള്ള ഒരു ആർജവം അതുണ്ടാക്കണം. രാഷ്ട്രീയക്കാരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം. അപ്പോൾ മാത്രമേ ഇവിടെ സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഭയമില്ലാതെ മനുഷ്യർക്ക് തള്ളി പറയാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം. ശ്രീ VC സെബാസ്റ്റ്യൻ, ഈ കക്കുകളി എന്ന നാടകം പല പ്രതിഷേധങ്ങൾക്കിടയിലും ഇപ്പോഴും അത് നിർബാധം അതിന്റെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ പ്രതിഷേധം വേണ്ട വിധത്തിൽ അത് പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ടോ? അതിന്റെ ഫലം കാണാതെ പോകുന്നുണ്ടോ? ഓക്കെ, ആദ്യം തന്നെ പിന്നെ ഈ വളരെ റിലവന്റ് ആയിട്ടുള്ള വിഷയം ചർച്ചയ്ക്കെടുത്ത ഷെക്കേന ചാനലിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവതാരകൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഒരു തിരുത്തൽ ഞാൻ ആഗ്രഹിക്കുകയുമാണ്. സമാനമായിട്ടുള്ള ഒരു നാടകം 1986 ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് എന്ന് പറഞ്ഞ നാടകം വന്നതിനെ കുറിച്ച് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞു. ഈ നാടകം നിരോധിച്ചത്, ഇന്ത്യ മുഴുവൻ നിരോധിച്ചത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷമാണ് സർക്കാരുകൾ നിരോധിക്കാൻ തുടങ്ങിയത്. അതിന് പശ്ചാത്തലവും കൂടി ഉണ്ട്. കാരണം ഞാൻ അന്ന് ബോംബെയില് നിയമവിദ്യാർത്ഥിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. 1986-87 കാലഘട്ടത്തില് ബോംബെയിൽ വെച്ചാണ് അത് കോടതിയിൽ ചോദ്യം ചെയ്യുകയും സുപ്രീം കോടതിയിലേക്ക് പോവുകയും അങ്ങനെ ഇന്ത്യ മുഴുവൻ സുപ്രീം കോടതി വിധിയിലൂടെ 6-ാം തിരുമുറിവ് നിരോധിക്കുന്ന സാഹചര്യം വരികയും കേരളത്തില് അന്ന് അതിനെ തുടർന്ന് നിരോധിക്കുകയുമാണ് ചെയ്തത് എന്ന് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിക്കട്ടെ. കത്തോലിക്ക സഭ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഇതിനു മുമ്പ് ഒത്തിരി നേരിട്ടിട്ടുള്ള സഭ തന്നെയാണ്. സഭയുടെ ആരംഭം തൊട്ട് പ്രതിസന്ധികളിലൂടെയും ആക്ഷേപങ്ങളിലൂടെയും അവഹേളനങ്ങളിലൂടെ തന്നെയാണ് കത്തോലിക്ക സഭ മുന്നോട്ട് പോയിട്ടുള്ളത്, ക്രൈസ്തവ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ക്രിസ്തുനാഥൻ തന്നെ എത്രമാത്രം അപവാദങ്ങള് അവഹേളനങ്ങള് ഏറ്റുവാങ്ങി കുരിശില് മരണപ്പെട്ടയാളാണ്. ആ ക്രിസ്തുവിന്റെ അനുയായികള് തലമുറകളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് അതേ അവഹേളനങ്ങൾ ഏറ്റുപോകുമ്പോഴും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ, ക്രൈസ്തവ സമൂഹത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മൾ നിഷേധിക്കാൻ ഒക്കില്ല. ഈ വിഷയത്തിൽ പോലും
അല്പം മുമ്പ് നടന്ന പങ്കുവെക്കലുകളിൽ കണ്ടത് ഈ കക്കുകളിയെയും കേരള സ്റ്റോറിയും തമ്മിൽ തുലനം ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യപ്പെട്ടത്. അത് രണ്ടും രണ്ട് വിഭിന്നങ്ങളായ മേഖലകൾ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളും വരുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കക്കുകളി എന്നുള്ള നാടകം നിരോധിച്ചേ അടങ്ങൂ എന്നുള്ള കാര്യത്തിൽ കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും രണ്ട് അഭിപ്രായമില്ല. പൊതുസമൂഹത്തിനിടയിലും അഭിപ്രായം രൂപപ്പെട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം അതിന്റെ പശ്ചാത്തലവും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ പഠിച്ചു. കക്കുകളി നിരോധിക്കണമെന്ന് പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പറഞ്ഞത് തുടങ്ങിയിരിക്കുന്നത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സിനിമ രംഗത്ത് വന്നതുകൊണ്ടാണ് ചിലരൊക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങിയത്. ആരംഭഘട്ടത്തിൽ ഇവരെല്ലാം നിശബ്ദരായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഞാൻ ഈ കൂട്ടത്തിൽ ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാം, 2021 സെപ്റ്റംബർ മാസം 8-ാം തീയതി കുറവനങ്ങാട് പള്ളിയിൽ വെച്ച് പാലാ രൂപത അധ്യക്ഷൻ അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഒരു പ്രവാചക ധീരതയോടെ പറഞ്ഞ വാക്കുകൾ കേരള സമൂഹം മുഴുവൻ ശ്രദ്ധിച്ചതല്ലേ? ഇവിടെയുള്ള പെൺകുട്ടികളെ തട്ടിയെടുക്കുന്ന പ്രക്രിയ, ഇവിടെയുള്ള മദ്യം, മയക്കുമരുന്ന് വ്യാപാരങ്ങൾ, ഇവയെല്ലാം അത് വളരെ സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടപ്പോഴും അന്ന് അഭിമന്യ പിതാവിനെ അടച്ചാക്ഷേപിച്ചവര് തന്നെയാണ് ഇന്ന് കക്കുകളിയുടെ പേരിൽ കന്യാസ്ത്രീമാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ആക്ഷേപിക്കുമ്പോൾ മുന്നിലുണ്ട് എന്നുള്ളത് സാക്ഷര കേരളത്തിലെ മക്കളോട് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴവർ കക്കുകളി നിരോധിക്കണം എന്നൊക്കെ അവിടെ ഇവിടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും അതുപോലും ഒരു അഴകുഴമ്പൻ നിലപാടിൽ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. എന്തോ ഒരു അഴകുഴമ്പൻ നിലപാട് അങ്ങ് പറയുന്നു എന്നുള്ളതേ. നിലപാടില്ല, നിരോധിക്കണമെന്ന് പറയുമ്പോഴും നിലപാടില്ല. അതിന് നമ്മള് ഭരിക്കുന്ന സർക്കാരിനെയും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നടക്കുന്ന ആഭാസങ്ങൾക്ക്, അവഹേളനങ്ങൾക്ക് എതിരെ ശബ്ദിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഭീകരവാദ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ വേരൂന്നിട്ടുള്ളത് പറഞ്ഞത് അല്പം ഞാൻ പറയുകയുണ്ടായി. നമ്മളാരും അല്ലല്ലോ, സർക്കാർ സംവിധാനങ്ങൾ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. DGP പറയുന്നതിനെ നമുക്ക് ധിക്കരിക്കാൻ ഒക്കുവോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനെ നമുക്ക് ധിക്കരിക്കാൻ ഒക്കുവോ? നാഷണൽ ഏജൻസികൾ പറയുന്നതിനെ നിഷേധിക്കാൻ ഒക്കുവോ? UN പറയുന്നതിനെ നിഷേധിക്കാൻ ഒക്കുവോ? അങ്ങനെ കേരള സംസ്ഥാനം ഭീകര പ്രസ്ഥാനങ്ങളെ ഇടത്താവളമായിട്ട് കാശ്മീരിന് ശേഷം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ വെള്ളപൂശിയെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്ക് തന്ത്രമാണ് സാക്ഷര കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ന്യായീകരിക്കാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. എന്താണ് ഇവിടുത്തെ കക്കുകളുടെ പ്രശ്നം? എന്താ ഇവർ ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? അച്ഛൻ ഇവിടെ വളരെ ഭംഗിയായിട്ട് ഇത് പറഞ്ഞു. ഈ സമൂഹത്തിന് മുഴുവൻ നന്മകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അനാഥരെ സംരക്ഷിക്കുന്ന അവരെന്ത് തെറ്റാണ് ഈ സമൂഹത്തിനോട് ചെയ്തത്? അശരണരെയും ആത്മഹീനരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവരുടെ സേവനത്തിന് പകരം വെക്കാൻ ഒരു സേവന പ്രക്രിയ ചൂണ്ടിക്കാണിക്കുവാൻ ഏത് രാഷ്ട്രീയക്കാർക്കോ ഏത് ഭരണ സംവിധാനത്തിനോ സാധിക്കുമോ? ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിന്റെ പ്രതീകങ്ങളാണ് കേരളത്തിലുള്ള കന്യാസ്ത്രീകളും സിസ്റ്റേഴ്സും. ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് കന്യാസ്ത്രീകൾ, വൈദികര് അവരുടെ ജീവിതവും ജീവനും ഈ സമൂഹത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതിന്റെ ഭാഗമായിട്ടുള്ളവരാണ് കേരളത്തിലെ കന്യാസ്ത്രീകള്. കുഞ്ഞുങ്ങൾക്ക്, സർവ്വരാലും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കുന്ന സിസ്റ്റേഴ്സിനെ ഇത്രമാത്രം അവഹേളിക്കാമോ? ആർക്കും വേണ്ടാതെ തെരുവിലേക്ക് തള്ളിവിടുന്ന വൃദ്ധരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇവരെ ഇത്രമാത്രം ആക്ഷേപിക്കാമോ? കോളേജുകള്, സ്കൂളുകള്, സ്ഥാപനങ്ങള്, ആശുപത്രികള്, ഇങ്ങനെ വലിയൊരു ശുശ്രൂഷയുടെ തലം ഭരണ സംവിധാനത്തിന് പോലും സാധിക്കാത്ത മേഖലകൾ തുറന്നു കൊടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ അവഹേളിക്കുന്ന ഒരു നാടകം രംഗത്ത് വന്നിട്ട് പോലും നിശബ്ദമായിട്ട് രാഷ്ട്രീയ അടിമത്തം നടത്തുന്നവരുടെ മുമ്പിലേക്കാണ് നമ്മൾ ഇനി വിരൽ ചൂണ്ടേണ്ടത്. നമ്മൾ പല പ്രതിഷേധങ്ങളും നമ്മൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു. ഞാൻ വളരെ അഭിമാനത്തോടെയാണ് കാണുന്നത്. പല പ്രതിഷേധങ്ങളും നമ്മൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു. പക്ഷേ ഇനിയും ആ പ്രതിഷേധങ്ങൾക്കൊന്നും കാര്യമായ ഫലം കാണാത്ത സ്ഥിതിക്ക് ക്രൈസ്തവ സമുദായം ഇനി എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് സാർ ആവശ്യപ്പെടുന്നത്? പ്രതിഷേധം മാത്രമല്ല, രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നിയമ പോരാട്ടത്തിലേക്കും കടന്നിട്ടുണ്ട്, കോടതിയിലേക്ക് കേസുകൾ മാറിയിട്ടുണ്ട്.
നമ്മൾ കരുതേണ്ടത് 6-ാം തിരുമുറിവ് കേരളത്തിൽ അവതരിപ്പിച്ചു, കേരളത്തിന് പുറത്ത് അവതരിപ്പിച്ചു, ബോംബെയിൽ അവതരിപ്പിച്ചു, ബോംബെ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ സമീപത്തുള്ള ഗ്രൗണ്ടിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് മുമ്പിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അർപ്പിക്കുക മാത്രമല്ല, ബോംബെ ഹൈക്കോടതി ഞങ്ങൾ കേസും ഫയൽ ചെയ്തതാണ്. പ്രതിഷേധ പ്രകടനങ്ങളോടും പ്രതിഷേധങ്ങളോടൊപ്പം അത് ജനറൽ അവയർനെസ് കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിയമ പോരാട്ടത്തിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മള്. കാരണം 6-ാം തിരുമുറിവ് നിരോധിച്ചത് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് നിയമ പോരാട്ടത്തിലൂടെയും ഒരു വിജയം, ഇത് സത്യത്തിന്റെ ഒരു വിജയമായിരിക്കും. കാരണം ഇത് വിജയിക്കാതിരിക്കാൻ പറ്റൂല. അതാണ് കക്കുകളിയെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. ഇനി കേരള സ്റ്റോറി, ആ സ്റ്റോറി വന്നതുകൊണ്ടാണ് കക്കുകളിയെ കുറിച്ച് അഭിപ്രായം പറയാൻ ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പലരും മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് കാപട്യവും നമ്മൾ തിരിച്ചറിയണം. ആ സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം പച്ചയായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഒരു പൈതൃകം, പാരമ്പര്യം, ഒരു സ്നേഹ സംസ്കാരം, അതിനെ ഇവിടെ പോറൽ വന്നിട്ടുണ്ട്. അത് മതങ്ങളെ കുറ്റം പറഞ്ഞ് നമുക്ക് തടി തപ്പാൻ സാധിക്കില്ല. വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഇവിടെ മതസ്പർദ്ധ സൃഷ്ടിക്കുന്നതും മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്. അവരുടെ അധികാര സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഇരകളായിട്ട് മതവും വിശ്വാസമൊക്കെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ കേരളത്തിൽ രൂഢമൂലമാകുന്നത് ഭാവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതാണ്ട് ഇപ്പോൾ കാണുന്ന എന്താ, നമ്മുടെ ഒരുമാതിരിപ്പെട്ട യുവജനങ്ങൾ മുഴുവൻ നാട് വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തൊരു അധപ്പതനമാണ്. ഒന്ന്, ഭീകര പ്രസ്ഥാനത്തിന്റെ ഇടത്താവളം, ആഗോള ഭീകരതയുടെ വേരുകൾ കേരളത്തില്. കാശ്മീരിന് ശേഷം അങ്ങ് വടക്ക് കാശ്മീരിന് ശേഷം ഇവിടെ തെക്ക് കേരളത്തില് നിലയുറപ്പിക്കുന്ന സാഹചര്യം. എന്തൊരു അധപ്പതനമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കടമെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംസ്ഥാനം. ഭരണത്തെയും ഭരണത്തിൽ ഇരിക്കുന്നവരെയും ഭരണത്തിൽ ഇരുന്നവരും ഒക്കെ ഇതിന് ഉത്തരവാദികൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഭരിക്കുന്നവരെ മാത്രമല്ല, ഇതിനു മുമ്പ് ഭരിച്ചവരും ഒക്കെ ഇതിന്റെ വേരുകൾ കേരളത്തിൽ വ്യാപിപ്പിക്കുവാൻ വേണ്ടി ഇട കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സിനിമയാണ്, മറ്റുള്ളവരെ അവഹേളിക്കുന്ന സിനിമയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സിനിമയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതിന്റെ പേരിൽ വന്നെങ്കിൽ അതും സമൂഹത്തിനെ ദുർബലപ്പെടുത്തുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിന് ഒരു മഹത്തായ സംഭാവന തന്നെയാണ്. അതിന്റെ പേരിൽ മറ്റുള്ളവരെ അവഹേളിക്കുവാനും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുവാനും മറ്റുള്ളവരെ ആക്ഷേപിക്കുവാനുള്ള അവകാശമായിട്ട് ഭരണത്തിൽ ഇരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമുദായത്തിന്റെയോ അല്ലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയോ സാംസ്കാരിക വേദികളുടെ നായകന്മാരെന്ന് പറയുന്നവർ ഇറങ്ങിത്തിരിക്കുന്നത് ഒരു തലമുറയോടും ഒരു സമൂഹത്തോടും ചെയ്യുന്ന കടുത്ത വഞ്ചനയും ദ്രോഹവുമാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ഫാദർ ജോൺസൺ തേക്കടയിൽ, അവസാനമായി അങ്ങയോട് ഒരു ചോദ്യം. കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഭരണപക്ഷത്തു നിന്നോ പ്രതിപക്ഷത്തു നിന്നോ യാതൊരു വിധത്തിലുള്ള നീതിയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സമൂഹം സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കുമെന്നാണ്, അല്ലെങ്കിൽ എന്തായിരിക്കണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം? ചുരുങ്ങിയ വാക്കുകളിൽ. കേന്ദ്രമാകട്ടെ, കേരളമാകട്ടെ, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളാകട്ടെ, അവരെന്തുകൊണ്ട് നമ്മളെ തൃണവൽക്കരിക്കുന്നു? അതിന്റെ കാരണം നമ്മുടെ ഇൻവോൾവ്മെന്റ് ഇൻ ദ പൊളിറ്റിക്സ് ഈസ് വെരി ലെസ്. നമ്മള് വളരെ കുറച്ച് മാത്രമേ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുള്ളൂ. നമ്മുടെ ആളുകൾ രാഷ്ട്രീയക്കാരായി മാറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പ്രദായിക രാഷ്ട്രീയത്തിലുള്ള തിന്മകളെ കൂട്ടുപിടിക്കണമെന്നോ അതേപോലെ ആകണമെന്നുള്ള അല്ല, മറിച്ച് നമുക്കൊരു പുതിയ ദർശനം ഉണ്ടാകണം, പുതിയൊരു കാഴ്ചപ്പാടുണ്ടാകണം. പുതിയ ദർശനം എന്താണെന്നാ ചോദിച്ചു. അങ്ങയുടെ അഭിപ്രായത്തിൽ ആ പുതിയ ദർശനം അതിലേക്ക് വരുന്നത്. കേരളത്തിൽ തന്നെ നമുക്ക് അതിന് മാതൃകയായിട്ട് ഇവിടെ കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഞാൻ കാണുകയുണ്ടായി. ഞാൻ അവിടെ പോയിരുന്നു ആ പഞ്ചായത്തിനെ കുറിച്ച് ഒരു പഠനം നടത്താനായിട്ട്. എനിക്ക് വളരെ അഭിമാനം തോന്നി. അവിടെ ആ പഞ്ചായത്തില് 18 ലക്ഷം രൂപ കമ്മി ബഡ്ജറ്റിൽ നഷ്ടത്തിൽ കിടക്കുന്ന സമയത്താണ് അവർ ആ പുതിയ ഭരണ സംവിധാനം വരുന്നത്. ആ ഭരണ സംവിധാനം വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 30 കോടി രൂപയാണ്
ഈ പ്രാവശ്യത്തെ മിച്ച ബഡ്ജറ്റായിട്ട് വന്നിരിക്കുന്നത്. 4 പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയാൻ ഇടയായിത്തീർന്നു. 4 പഞ്ചായത്ത്. അതൊരു നല്ല തുടക്കം തന്നെയല്ലേ? അതെന്തുകൊണ്ട് ഭക്ഷ്യസുരക്ഷ അടക്കമുള്ള എല്ലാ വിധത്തിലുള്ള നന്മകളുമുള്ള ഒരു പുതിയ ദർശനത്തോടുകൂടെ, മാനവീയ ദർശനത്തോടുകൂടെ, ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നമുക്ക് അത്ര ഒരു രാഷ്ട്രീയ ചിന്തകളെ നമുക്ക് ഉദ്ദീപിപ്പിച്ചുകൂടാ? എന്തുകൊണ്ട് കേരളം പോലെ രാഷ്ട്രീയ അതിപ്രസരമുള്ള ഒരു സംസ്ഥാനത്ത് ഈ 2020 പോലെയുള്ള ഒരു സംവിധാനത്തിന് കൂടുതൽ ആഴത്തിൽ വേരോടാൻ സാധിക്കുമെന്ന് 100%. കാരണം 4 പഞ്ചായത്തുകൾ അവർക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുക്കാനും അവിടെ വലിയ മാറ്റങ്ങൾ വരുത്താനും കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് വ്യാപിക്കുകയില്ല? നമ്മളെ കടുകുമണിയുടെ ഉപമ കർത്താവ് പഠിപ്പിച്ച എന്താണ് നമ്മൾ പഠിക്കുന്നത്? ചെറുതാണത്, എല്ലാ വിത്തുകളെക്കാളും ചെറുതാണെങ്കിലും ആ ചെറിയ കടുമണി വലിയ വൃക്ഷമായിട്ട് മാറുകയും അനേക പറവുകൾക്ക് വന്ന് താവളം ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തുകൊണ്ട്, ഞാൻ 2020 ഒന്നും എക്സോൾട്ട് ചെയ്യില്ല, മറിച്ച് യഥാർത്ഥമായിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി പോലെ എന്തുകൊണ്ട് നമുക്ക് തദ്ദേശീയമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ക്രൈസ്തവികമായിട്ടുള്ള കൂട്ടായ്മയിൽ ആ വിധത്തിൽ മുന്നോട്ട് പോയിക്കൂടാ? കാരണം ക്രൈസ്തവന് മാത്രമേ ലോകത്തിന് വെളിച്ചമായിട്ടിരിക്കാൻ കഴിയുള്ളൂ. യേശുക്രിസ്തു പറഞ്ഞ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അതേ വെളിച്ചമായി നാമും തീരണമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. നമ്മള് ഈ വിളക്ക് കൊളുത്തിയിട്ട് പറയും കീഴ് വെക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കുറച്ച് നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. ക്രൈസ്തവ സമൂഹത്തിനൊരു ഉണർവുണ്ടാകണം. ക്രൈസ്തവ സമൂഹം മാത്രമല്ല, സമാനമായി ചിന്തിക്കുന്ന ഏത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ നാം എല്ലാം സഹോദരങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ ഈ വരുന്നായ ചില നാളുകൾക്ക് ശേഷം തീർച്ചയായിട്ടും കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഇടയാകട്ടെ. അതിനുള്ള വഴികളൊക്കെ തുറന്നു വരട്ടെ. ജനങ്ങളൊന്ന് മാറി ചിന്തിക്കട്ടെ. രാഷ്ട്രീയ പാർട്ടികളുടെ അടിമത്തങ്ങളിൽ നിന്ന് ജനം മോചിതരായി ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വരട്ടെ. ഏത് അർത്ഥത്തിലും ഏത് തലത്തിലും കേരളത്തിലെ ജനം കുറെ കൂടെ ഒരു സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ, സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങട്ടെ എന്ന് എല്ലാവരെയും പോലെ നമുക്കും ആഗ്രഹിക്കാം. വളരെ നന്ദി. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോൺസൺ തേക്കടയിൽ, ശ്രീ BC സെബാസ്റ്റ്യൻ, ശ്രീ വസന്ത് തെങ്ങുപള്ളിൽ, 3 പേർക്കും നന്ദി.